ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരെയും മില്യൺ ബിസിനസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസായി കടക്കാം. ഇന്ന് വീണ്ടും നിഫ്റ്റി 263 പോയിന്റ് ഇടിഞ്ഞപ്പോൾ 22,829 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ബാങ്ക് എന്ന് 303 പോയിന്റ്സ് ഇടിഞ്ഞപ്പോൾ 48,065 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ് ഇന്ന് 1,467 വലിയൊരു ഇടിവാണ് കണ്ടത്. 51,796 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി സ്മോൾ ക്യാപ്പും അതിൽ കൂടുതലാണ് ഇന്ന് ഇടിവ് കാണിച്ചത്. 3.84% ഇടിവ് കാണിച്ചു. 16,304 ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് ഇന്ന് നല്ലൊരു ഉയരത്തിലാണ് പോയത്. 18.13 ക്ലോസ് ചെയ്തപ്പോൾ 8.3% ഹൈയിലാണ് നിൽക്കുന്നത്. സെൻസെക്സ് ഇന്ന് 824 പോയിന്റ് ഇടിഞ്ഞ് 75,366 ക്ലോസ് ചെയ്തു. FII DI ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് DI 6,642 കോടിയുടെ ബൈ ചെയ്തപ്പോൾ FII ഇന്നും 5,015 കോടിയുടെ സെല്ലാണ് നടത്തിയത്. FIIയുടെ കണ്ടിന്യൂസ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൻ്റെ താഴ്ചയ്ക്കുള്ളൊരു വൺ ഓഫ് ദ റീസൺ. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ബ്രിട്ടാനിയ ഇന്ന് 1.50% ഗെയിൻ നടത്തി. ICICI ബാങ്ക് 1.33%, M&M 1.02%, ഹിന്ദുസ്ഥാൻ യൂണിലെവൽ 0.97%, SBI 0.45%, L&T 0.43%, മാരുതി 0.18%, ബജാജ് ഓട്ടോ 0.18% ഗെയിന്. വളരെ കുറച്ച് ഗെയിൻ ലിസ്റ്റ് മാത്രമേ ഇന്നുള്ളൂ. എന്നാൽ ഇടിവിൽ HCLTക്ക് വലിയൊരു ഇടിവാണ് ഇടിഞ്ഞതെന്ന് 4.59% കുറവുണ്ടായി. ടെക്കം 4.18%, ഇൻഫി 2.80%, ടൈറ്റാൻ 2.65%, അദാനി എൻ്റർപ്രൈസസ് 2.42%, ബജാജ് ഫിനാൻസ് 2.13%, TCS 2.06%, ട്രെൻഡ് 1.45%, ഏഷ്യൻ മോട്ടോഴ്സ് 1.27% ആൻഡ് അൾട്രാസിംകോ 0.63% കുറവെന്ന് കാണിച്ചു. നിഫ്റ്റി ഈ മാസത്തെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ 23,742 സ്റ്റാർട്ട് ചെയ്ത് നിഫ്റ്റി ഇന്ന് 22,829 ക്ലോസ് ചെയ്തപ്പോൾ 3.85% ഇടിവാണ് ഈ മാസം തന്നെ ഉണ്ടായത്. ഇന്നത്തെ കമ്പനികളുടെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ 352 കമ്പനികൾ ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 2,535 കമ്പനികൾ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. സെക്ടർ വൈസ് ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി ഓട്ടോ 21,970 ക്ലോസ് ചെയ്തപ്പോൾ 200 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി IT 42,060 ക്ലോസ് ചെയ്തപ്പോൾ 1463 പോയിൻ്റ് കുറവുണ്ടായി. നിഫ്റ്റി PSU ബാങ്ക് 6093 ക്ലോസ് ചെയ്തപ്പോൾ 59 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് ഇന്ന് 22,383 ക്ലോസ് ചെയ്തപ്പോൾ 130 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഫാർമ ഇന്ന് 580 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 21,292 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG ഇന്ന് 414 പോയിൻറ്റ് ഇടിഞ്ഞ് 55,654 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ ഇന്ന് 249 പോയിൻറ്റ് ഇടിഞ്ഞപ്പോൾ 8189 ക്ലോസ് ചെയ്തു. നിഫ്റ്റി റിയാലിറ്റി 844 ക്ലോസ് ചെയ്തപ്പോൾ 8.95 പോയിൻറ്റ്സിൻ്റെ ഇടിവുണ്ടായി. നിഫ്റ്റി മീഡിയ 1565 ക്ലോസ് ചെയ്തപ്പോൾ 77 പോയിൻറ്റ് ഗെയിൻ ലൂസ് ചെയ്തു. നിഫ്റ്റി എനർജി ഇന്ന് 32,417 ക്ലോസ് ചെയ്തപ്പോൾ 846 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ 8,112 പോയിൻറ്റിൽ ക്ലോസ് ചെയ്തപ്പോൾ 131 പോയിൻറ്റ് ഇടിവുണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ് ഇന്ന് 335 പോയിൻറ്റ്സ് ഇടിഞ്ഞപ്പോൾ 13,656 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 10,238 ക്ലോസ് ചെയ്തപ്പോൾ 234 പോയിൻറ്റ്സിൻ്റെ കുറവാണെന്നുണ്ടായത്. സെക്ടർ വൈസ് നോക്കിയാലും എല്ലാം ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഈ Q3 റിസൾട്ടിൻ്റെ ഡീറ്റെയിൽസാണ്. ആൽക്കൈൽ അമൈൻസ് 31% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റ് കാണിച്ചു. AU സ്മോൾ ഫിനാൻസ് ബാങ്ക് 41% ഗെയിൻ ഉണ്ടായി. ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് 47% പ്രോഫിറ്റ് കാണിച്ചു. ബാങ്ക് ഓഫ് ഇന്ത്യ 35% പ്രോഫിറ്റ് കാണിച്ചു. ക്രെഡിറ്റ് ആക്സസ് ഗ്രാമീൺ ബാങ്ക് എന്നാൽ 128% ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ കുറവാണ് വന്നത്. ഡാം ക്യാപിറ്റൽ അഡ്വൈസേഴ്സ് 144% ഗെയിൻ കാണിച്ചു. DCB ബാങ്ക് 19% ഗെയിൻ ഉണ്ടായി. DLF 61% ഗെയിൻ ഉണ്ടായി. EMS 35% ഗെയിൻ ഉണ്ടായി. എന്നാൽ ഫെഡ് ബാങ്ക് ഫിനാൻഷ്യൽ സർവീസസ് 71% കുറവാണ് കാണിച്ചത്. ഗോദ്രേജ് കൺസ്യൂമർ പ്രോഡക്ട്സും 14% കുറവ് കാണിച്ചു. SL ടെക് 6% ഗെയിൻ ഉണ്ടായി. ICICI ബാങ്ക് 15% ഗെയിൻ ഉണ്ടായി. IDFC ബാങ്ക് 53% കുറവാണ് കാണിച്ചത്. ഇൻഡിഗോ
18% കുറവ് കാണിച്ചു. ഇൻ്റലക്ട് ഡിസൈൻ 35% ഗെയിൻ ഉണ്ടായി. JK സിമൻസ് 33% കുറവാണ് കാണിച്ചത്. JSW സ്റ്റീൽ 70% കുറവ് കാണിച്ചു. ലോറസ് ലാബ് 260% ഗെയിൻ ഉണ്ടായി. മൈക്രോടെക് ഡെവലപ്പേഴ്സ് 87% ഗെയിൻ ഉണ്ടായി. മൈൻഡ് സ്പേസ് 8.5% ഗെയിൻ ഉണ്ടായി. NTPC 3% ഗെയിൻ ഉണ്ടായി. NTPC ഗ്രീൻ എനർജി 52% ഗെയിൻ ഉണ്ടായി. സാഗർ സിമൻസ് 2.72% ലോസാണ് ഉണ്ടായത്. ശക്തി പമ്പ്സ് 130% ഗെയിൻ ഉണ്ടായി. ഷാർദ ക്രോപ്ഷൻ 675% വലിയൊരു ഗെയിനാണ് ഉണ്ടായത്. ശ്രീറാം ഫിനാൻസ് 96.32% ഗെയിൻ ഉണ്ടായി. സുപ്രിയ ലൈഫ് സയൻസ് 57% ഗെയിൻ ഉണ്ടായി. സുവൻ ലൈഫ് സയൻസ് 72% കുറവാണ് കണ്ടത്. ടോറൻ ഫാർമ 13% ഗെയിൻ ഉണ്ടായി. ട്രിഡൻറ്റ് എന്നാൽ 27% ലെസ്സാണ് കാണിച്ചത്. യെസ് ബാങ്ക് നല്ലൊരു പ്രോഫിറ്റ് കാണിച്ചു. ഇപ്രാവശ്യം 164% ഗെയിനാണ് യെസ് ബാങ്ക് കാണിച്ചത്. Q3 റിസൾട്ട് കലണ്ടർ, നാളെ വരാനിരിക്കുന്ന റിസൾട്ടിൻ്റെ കലണ്ടറിൻ്റെ ഡീറ്റെയിൽസ് കാണുന്നത്. അപ്പാർ ഇൻഡസ്ട്രീസ്, ബജാജ് ഓട്ടോ, ഭാരത് ഹെവി, ബോഷ് ലിമിറ്റഡ്, സിപ്ല ലിമിറ്റഡ്, CSB ബാങ്ക് ലിമിറ്റഡ്, ഇ-മുദ്ര ലിമിറ്റഡ്, എക്സാഡ് ഇൻഡസ്ട്രീസ്, ദ ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനി, ഐഡിയ ഫോർസ് ടെക്നോളജി, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്, ലീ ട്രാവന്യൂസ് ടെക്നോളജി, JM ഫിനാൻഷ്യൽസ് ലിമിറ്റഡ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ന്യൂക്ലിയസ് സോഫ്റ്റ്വെയർ, പിരമൽ ഫാർമ, പഞ്ചാബ് കെമിക്കൽസ്, റെയിൻ ബ്രേക്ക്, റുഷിൽ ഡക്കോർ, ശ്യാം മെറ്റാലിക്സ്, സ്റ്റാർ ഹെൽത്ത്, TTK പ്രസ്റ്റീജ്, TVS ഹോൾഡിംഗ്സ്, TVS മോട്ടോഴ്സ്, UTA അസറ്റ് മാനേജ്മെൻറ്റ് ആൻഡ് വി-ഗാർഡ് ഇൻഡസ്ട്രീസ്. ഇത്രയും കമ്പനികളാണ് നാളെ റിസൾട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നത്. മറ്റുള്ള ഗ്ലോബൽ ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ CB കൺസ്യൂമർ കോൺഫിഡൻസ് ഡേറ്റ ഫ്രം USA നാളെ വരുന്നുണ്ട്, 28 ജാനുവരി 2025. ഇതാണ് മെയിനായിട്ടുള്ള അപ്ഡേറ്റ്സ് ഉള്ളത്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും വീണ്ടും ഒരു ശുഭം നേരുന്നു. ബൈ ആൾ.